നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടും ശാപമോക്ഷം നേടാൻ കഴിയാതെ കോഴിക്കോട്ടെ മാളിക്കടവ് തണ്ണീർപന്തൽ റോഡ് 1 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നവീകരണത്തിനായി അനുവദിച്ചത്. എന്നാൽ പ്രവൃത്തി ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. വാർത്ത കാണാം. കഴിഞ്ഞ 2.5 വർഷത്തോളമായി മാളിക്കടവ് റോഡിന്റെ അവസ്ഥ ഇതാണ്. 6 വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വേങ്ങേരി ജംഗ്ഷനിൽ ഓവർപാസ് നിർമ്മാണം നടക്കുമ്പോൾ അതുവഴി പോകേണ്ട ബാലുശ്ശേരി നരിക്കുനി ബസ്സുകളെല്ലാം മാളിക്കടവ് വഴിയായിരുന്നു കടന്നുപോയത്. അന്ന് റോഡ് പൂർണ്ണമായി തകർന്നു. ശേഷം നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിലാണ് റോഡ് നവീകരണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ ഫണ്ട് അനുവദിച്ച് വർഷം 1 കഴിഞ്ഞിട്ടും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. ഈ ഡ്രെയിനേജിന്റെ വർക്ക് ഇപ്പോൾ തൽക്കാലം അവർ ചെയ്തു നിർത്തി. പിന്നെ അതിൻ്റെ ആ ഡ്രെയിനേജിൻ്റെ വർക്കിൻ്റെ കൂടെ തന്നെ ഒരു ടാറിങ്ങും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് കരാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അന്ന് PW മറ്റേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരോടും സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞതെന്താ വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ടാറിങ്ങും ചെയ്യും. ഇപ്പോൾ സോൾവ് ചെയ്ത് പോകുന്നുള്ളൂ, ഉടനെ തന്നെ ടാറിങ്ങും ചെയ്യുന്നതാണ്. അപ്പോൾ വെയിലൊക്കെ അറയ്ക്കുന്ന സമയം, മഴക്കാലമൊന്നും അല്ലായിരുന്നു. അത് പണിയൊക്കെ നല്ലോണം നടന്നുകൊണ്ടിരുന്നു. പിന്നാണ് ഇവർ വളരെ 2 ആൾ വെച്ചിട്ട് 3 ആൾ വെച്ചിട്ടൊക്കെ അവർ പണി വളരെ സ്ലോയിലേക്ക് അവർ കൊണ്ടുപോയി. 2 ഗവൺമെൻറ് ITI, സ്വകാര്യ സ്കൂൾ തുടങ്ങി 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ റോഡിലുള്ളത്. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പലപ്പോഴും പരാതിയുമായി എത്താറുണ്ടെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സുജ പറഞ്ഞു. നിരന്തരം പരാതികളാണ് നമ്മൾക്ക്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായിട്ട് ഈ റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അതായത് മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ റോഡ് ഏതാണ്, പിന്നെ കുഴി ഏതാണെന്ന് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്. രാവിലെ ആണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ, അതായത് 1000-ലും മേലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണിത്. അപ്പോൾ പാരൻസും കുട്ടികളും വാഹനങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര റഷാണ് ഈ റോഡ്. അപ്പോൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഒരുപാട് പരാതികൾ നമ്മളെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, വേണ്ടപ്പെട്ട അധികാരികൾക്കൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. PTA, നമ്മളെ സ്കൂൾ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ, കുട്ടികൾ എല്ലാവരും കൂടിയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നടന്നു പോവുകയാണെങ്കിൽ അധികം ആളുകളുടെ മേൽ ചളിയായിട്ട്, കുട്ടികളും രാവിലെ അധികം ചളിയായിട്ടാണ് വരുന്നത്. നടന്നു വരുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ അധിക കുട്ടികളും ചളിയായിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് നമുക്ക്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ടയർ കുഴിയിൽ വീഴുമ്പോൾ വാഹനത്തിലെ കുട്ടികൾ സീറ്റിൽ നിന്നും തെറിച്ചു വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്ന് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ പറഞ്ഞു. ബസ്സിൽ നിന്ന് കുട്ടികൾ വീഴുകയാണ്. ഏകദേശം യുവകളും പഠിക്കുന്ന കുട്ടികൾ സീറ്റിൽ നിന്ന് തെന്നി വീണ് പോവുകയാണ്, കാരണം കുഴിയിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ അത്രയും ശോചനാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. ഗട്ടറിൽ ചാടുന്നുണ്ട്, അത് വീട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, റോഡ് ഇങ്ങനെ അത്ര 2.5 കൊല്ലം 3 കൊല്ലം ഉണ്ടായി ഈ റോഡ് ഇങ്ങനെയായിട്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചിരുന്നു. അതേസമയം റോഡ് പ്രവൃത്തി മഴ കാരണം താൽക്കാലികമായി നിർത്തിവെച്ചതാണെന്നാണ് വാർഡ് കൗൺസിലറുടെ വാദം. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ വർഷം മാളിക്കടവ് റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചത്. ഫണ്ട് അനുവദിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് നവീകരണം പൂർത്തിയാകുമെന്ന വിശ്വാസത്തിലായിരുന്നു പ്രദേശവാസികൾ. എന്നാൽ ഇപ്പോൾ 1 വർഷം പിന്നിടുമ്പോഴും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവർക്ക് ആശങ്ക വർദ്ധിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് മാളിക്കടവ് പ്രദേശവാസികളുടെ ആവശ്യം. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാളിക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം റോഡിലൂടെ ശയനപ്രദക്ഷിണം നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് ചേവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബിനീഷ് കുമാർ പറയുന്നത്. പ്രതികരണം നോക്കാം. ഇത് 2.5 വർഷത്തിലധികമായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നു. ഇപ്പം നിങ്ങൾ വരുമ്പോൾ കാണാം, അവിടെ ഒരു CPMൻ്റെ ഒരു ബോർഡ് വന്നിട്ടുണ്ട്. ഇത് കരാറുകാരും ഉദ്യോഗസ്ഥരും 1 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിട്ടും ഈ പരിപാടി റോഡ് പണി നടത്താത്തത് ഉദ്യോഗസ്ഥന്മാർ കരാറുകാരും തമ്മിലുള്ള പ്രശ്നത്തിന് മുകളിലാണത്. പക്ഷേ അത് നോക്കേണ്ടത് ഇവിടെ സാധാരണക്കാരല്ല. അത് നോക്കാനാണ് ഇവിടെ ഒരു വകുപ്പും ഗവൺമെൻറ്റൊക്കെ ഉള്ളത്. ആ വകുപ്പിൻ്റെ ഒരു കുത്തഴിഞ്ഞ ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ, കണ്ണൂർ റോഡിനെയും ബാലുശ്ശേരി റോഡിനും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡാണിത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയുണ്ട്. കോൺഗ്രസ് പാർട്ടി ആദ്യം ധർണ നടത്തി, അതിനുശേഷം കൃഷി ഇറക്കി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രതിഷേധ സമരം നടത്തി. എന്നാലും കണ്ണു തുറക്കാത്ത ഒരു ഗവൺമെൻറ്റാണിത്. കാരണം അത്രയും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നൊരു എന്താ പറയുക, വകുപ്പുകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വകുപ്പുകൾ തമ്മിൽ മത്സരിക്കുക. ഏറ്റവും മോശം വകുപ്പ് ഏതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പായാലും പൊതുമരാമത്ത് വകുപ്പിലൊക്കെ നടക്കുന്നത്.
കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും വർഷ ഗിരീഷ് നൽകും. വർഷ, ഈ മാളിക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയും നാട്ടുകാരുടെ പ്രതിഷേധവും എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് അമൃത ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഈ ഫണ്ട് അനുവദിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തത്? എന്താണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം വർഷ? ഈ ഒരു കാര്യത്തിൽ വാർഡ് കൗൺസിലർ നൽകുന്ന വിശദീകരണം മഴയായതുകൊണ്ട് താൽക്കാലികമായി പ്രവൃത്തി നിർത്തിവെച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് റോഡ് പ്രവൃത്തി തുടങ്ങാൻ തന്നെ വൈകി, തുടങ്ങിയതിന് ശേഷവും വേണ്ടത്ര ആളുകളെ പ്രവൃത്തിക്ക് എത്തിച്ചില്ല എന്നുള്ള കാര്യം കൂടെയാണ് ഇവിടെ ഈ പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അതേപോലെ പ്രദേശവാസികളാണെങ്കിലും സ്കൂളുകളിലെ അധ്യാപകരാണെങ്കിലും പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നൊരവസ്ഥയായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഓവുചാലിൻ്റെ പ്രവൃത്തി മാത്രമാണ് ഇതിനോടകം തുടങ്ങിയെന്ന് പറയാൻ കഴിയുന്നത്. റോഡിൻ്റെ പ്രവൃത്തി ഒന്നുമായിട്ടില്ല. മെറ്റലിട്ട് റോഡ് നികത്തിയെങ്കിലും വീണ്ടും മഴ പെയ്ത് കുഴികളെല്ലാം പൂർവാധികം മറ്റ് പഴയ രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യം പ്രദേശവാസികളിൽ നിന്നും അതുപോലെ സമീപത്തെ സ്കൂളിലെ അധ്യാപകരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇവിടെ രംഗത്തെത്തിയിരുന്നു. റോഡിലൂടെ ശയന പ്രദക്ഷിണം നടത്തിയാണ് പാർട്ടി ഇവിടെ പ്രതിഷേധിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും റോഡ് പ്രവൃത്തി പൂർത്തിയാക്കുന്നവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. അതേപോലെ തന്നെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല എന്നുള്ള ആക്ഷേപവുമായി സ്കൂളുകളിലെ അധ്യാപകരും രംഗത്തുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ആവശ്യം.